ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിവസമായ എല്ലാ മലയാളികളുടെയും വിശേഷ ദിവസമായ വിഷുവാണ്. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ദേവതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. അതുപോലെ തന്നെ തമിഴ്നാടിന് ഇന്നൊരു ഫേമസ് ദിവസമാണ്, അവരുടെ പുതുവർഷമാണ് ഇന്ന്. ചിത്തിര ഒന്നെന്ന് അങ്ങനെയാന്ന് തോന്നുന്നു, ചിത്തിര ഒന്നെന്നാന്ന് തോന്നുന്നു പറയുന്നത്. തമിഴ് മാസം ചിത്തിര ഒന്ന് വർഷപ്പിറപ്പ്. തമിഴ്നാടുകാർക്കും ഇന്ന് തമിഴ് വർഷപ്പിറപ്പാണ്. അവിടെയുള്ളവർക്കും തമിഴ്നാട്ടുകാർക്കും എല്ലാവർക്കും തമിഴ് പുത്താണ്ട് വാഴ്ത്തുക്കൾ. പിന്നെ ഞാൻ ഇന്ന് എന്ത് രസം, എല്ലാവരും കണിയൊക്കെ ഒരുക്കാൻ തോന്നുന്നു, എല്ലാവരും ഒരുക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചെറിയ രീതിയിലൊന്ന് കണി ഒരുക്കിയായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ അവിടുന്ന് കുളിച്ച് വെച്ച് ഞങ്ങൾ ജയനഗറിലൊരു അയ്യപ്പൻ്റെ ടെമ്പിളുണ്ട്. അയ്യപ്പൻ്റെ ടെമ്പിളിൽ എല്ലാ വർഷവും ഞാൻ രാവിലെ പോകും. അവിടെ നമുക്ക് ഒരു വലിയ തിരുമേനിയുണ്ട്. അപ്പോൾ ഒത്തിരി പ്രായമായ ഒരു തിരുമേനിയാണ്. തിരുമേനി വന്ന് നമുക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം തരും. അപ്പോൾ അവിടെ ക്യൂ ആണ് നമ്മൾ വിഷു കൈനീട്ടം മേടിക്കാനായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി താമസിച്ച് പോയി. ഞാൻ കുറേ നേരം ക്യൂ നിന്നു. 9:30 കഴിഞ്ഞ പിന്നാണ് തിരുമേനിയുടെ അടുത്തുനിന്ന് വിഷു കൈനീട്ടം മേടിക്കാൻ പറ്റിയത്. വിഷു കൈനീട്ടം മേടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 10:30 ആയി. ഇനിയിപ്പോൾ എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും അമ്പലങ്ങളിലും അവിടെ ഇവിടെ എല്ലാം പോയേക്കുവാണ്. ശരി, അപ്പോൾ ഇന്ന് എന്തോ ചെയ്യാമെന്ന് ഓർത്തപ്പോൾ ഞാൻ ഓർത്ത് കുറേ ദിവസം കൊണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരു ചക്കപ്പായസം ഉണ്ടാക്കണമെന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഒരു ചക്കപ്പായസം നമുക്കുണ്ടാക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വായോ. നമുക്കിവിടെ ചക്കപ്പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഇതിനകത്ത് ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, ശർക്കര പൗഡർ. അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. 1 പരുവം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പാനിയായാൽ മതി. അങ്ങനെ നമ്മുടെ ശർക്കര എല്ലാം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. 1 പരുവൊന്നും ആകണ്ട. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു 1/2 കപ്പ് ചവ്വരി, ഞാനത് കുതിർത്ത് ചവ്വരിയാണ്. നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം, പെട്ടെന്നാകും. അപ്പോൾ ഒരു 2 വിസിൽ കൊടുത്തേച്ചാൽ മതി കുക്കറിൽ വെച്ച്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ വിടാം. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായ പിറക് നമുക്ക് ചക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഞാൻ ചക്കയൊന്ന് നന്നായി വഴറ്റിയെടുക്കാന്ന്. ഇതിനകത്ത് കിടന്ന് ഈ നെയ്ക്കകത്ത് കിടന്ന് ഒരുമാതിരി ഒന്ന് വെന്ത് കിട്ടണം ചക്ക. ഇതങ്ങ് ഒത്തിരി പഴുത്ത് കുളകുളാനായ ചക്കയല്ല, അത് കാരണമാണ്. നമുക്കിതൊന്ന് വെന്ത് വരട്ടെ. എല്ലാവരും വിഷുവിന് ചിലപ്പം പാൽപ്പായസമായിരിക്കും കണ്ണൻ്റെ പ്രിയപ്പെട്ടതല്ലേ പാൽപ്പായസം. നമ്മൾ എപ്പോഴും പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ചക്കപ്പായസം ഉണ്ടാക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, ചക്ക കണ്ടു റോഡിൽ, അവന് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു പ്ലാവുണ്ട്. അപ്പം അതിൻ്റെ ചക്കയെന്ന് പറഞ്ഞാൽ നല്ല തേൻവരിക്കയുടെ ടേസ്റ്റാണ് ചക്കയ്ക്ക്. നല്ല തേൻവരിക്ക എങ്ങനെ നമുക്ക് കളറും അതുപോലാണ്. അപ്പം അവന് പറഞ്ഞു, മമ്മി ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എങ്ങനെയാകുമ്പോൾ ആ ചക്ക കാണുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മോനെന്ന് ചോദിച്ചു. ഇല്ല, ചക്കപ്പായസം ഒന്ന് ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ നമുക്ക് ചക്ക സീസൺ ആകട്ടെ ഉണ്ടാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നെന്നാ അങ്ങ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ്. കൂട്ടുകാരെ, ചക്ക വേഗം സമയം എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓർക്കും സംസാരിപ്പിച്ച് ബോറടിക്കുകയാണോ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കയെല്ലാം ഇവിടെ വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ചക്ക ഇനി വേവിക്കണം. ഇത് വഴന്നിട്ടേ ഉള്ളൂ. നന്നായിട്ടൊന്നും കൂടെ വേവിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്തോട്ട് പാലൊഴിച്ചു കൊടുക്കാമേ. ഇപ്പം തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് തേങ്ങാപ്പാലിൽ ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ പശുവിൻ പാലാണ് എടുക്കുന്നത്. നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടോട്ട് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലിനകത്ത് കിടന്ന് ചക്ക ഒന്ന് നന്നായി ഒന്നുകൂടെ വെന്ത് വരട്ടെ.
പായസം ഇവിടെ പകുതി ഭാഗം റെഡി ആയിട്ടുണ്ട്. കാരണം ചക്ക വെന്താ നമ്മുടെ പായസം റെഡി ആയിരുന്നു, ചക്കയും നമ്മുടെ ചവ്വരിയും. ഇപ്പൊ നമുക്ക് ഈ ചവ്വരി ഇപ്പൊ വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചവ്വരി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ, പായസത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം, ഇല്ല നമുക്ക് ചവ്വരി സെപ്പറേറ്റ് പാലിനകത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാമേ. പിന്നെ നമ്മളിപ്പം ജോലിക്ക് പോകുന്നവരൊക്കെ ആകുമ്പോൾ പെട്ടെന്നാകുന്ന കാര്യങ്ങളല്ലേ നോക്കത്തുള്ളൂ. ഞാൻ മിക്കവാറും എല്ലാം പാലിനകത്തിട്ട് വേവിക്കും. ഇന്ന് ആരോ 2 കൂട്ടുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വരാൻ നേരമായി. ഞാനത് ആ സമയം നോക്കിയത് ഇപ്പൊ 12 മണി കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഒരു ഗസ്റ്റ് വന്നാൽ അവരെ ഇരുത്തിക്കൊണ്ട് പാചകം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ കഴിയുന്നത് അവരുടെ അടുത്തിരുന്ന് സംസാരിച്ചിട്ട് വർത്തമാനമൊക്കെ കൊച്ചു വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞേച്ച് വേണം നമ്മൾ അവരെ ഊണിന് ക്ഷണിക്കാൻ. അല്ലെ അവരെ വിളിച്ചേച്ച് നമ്മൾ അവരെ ഹാളിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന അത് നമുക്ക് മര്യാദയല്ല. എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചക്കയും പിന്നെ ചവ്വരിയെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുറുകിയിട്ടുണ്ട്. നോക്ക്, നന്നായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി മധുരത്തിനാവശ്യമായ വെല്ലം നമ്മൾ ഉരുക്കി വെച്ചിരുന്നത് അതൊഴിച്ചു കൊടുക്കാം. ഇത് നല്ല പതാഞ്ജലിയുടെ വെല്ലമാണ്. ഇത് ഉരുക്കി അരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഒരു ഡസ്റ്റും ഇല്ല. ഞാൻ എപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ, ഒന്നുമില്ല ഇതിനകത്ത്. പിന്നെ മിക്കവാറും ഒത്തിരി പേര് പറയും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് പാലിനകത്ത് പിന്നെ വെള്ളം ചേർത്ത് അതിനകത്ത് പാല് ചേർത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകുന്നു. പക്ഷേ ഞാൻ എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കൂടുതലും എല്ലാവരും പറയും തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കണമെന്ന്. തേങ്ങാപ്പാലിനകത്ത് ഞാൻ ചെയ്യും, പക്ഷെങ്കിൽ ഇങ്ങനെ പാലൊഴിച്ച് ചെയ്ത് എനിക്ക് പിരിഞ്ഞ അനുഭവം ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മൾ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. പാത്രമൊക്കെ നീറ്റായിട്ട് കഴുകാത്ത കൊണ്ടും പിന്നെ ഉപ്പിന്റെ അംശങ്ങളെങ്ങാണോ അതിനകത്ത് പറ്റിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം പാലങ്ങനെ പിരിയാൻ ചാൻസ്. ഇതേണ്ട, ഇത് നോക്കി, ഇതിനകത്തൊരു ശകലം പാല് പിരിഞ്ഞോന്ന് നോക്കിയാൽ ഞാനിവിടെ പശുവും പാലാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ മധുരമെല്ലാം അവരവരുടെ ആവശ്യാനുസരണം ചേർക്കാമേ. ഇപ്പം ഞാനിവിടെ ഞങ്ങൾക്ക് എത്ര വേണോ ಅತ್ರയുമാണ് ഞാൻ ചേർത്തേക്കുന്നത്. ಹಾಯ್ ಡಿಯರ್ಸ್, ಇವತ್ತು ನಾನು ಇಲ್ಲಿ ಒಂದು ಹಲಸಿನ ಹಣ್ಣಿಂದು ಪಾಯಸ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಎಲ್ಲರೂ ಕಂಪ್ಲೇಂಟ್ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಮ್ಯಾಮ್ ನೀವು ಯಾಕೆ ಕನ್ನಡದಲ್ಲಿ ಒಂದು ವಿಡಿಯೋ ಮಾಡ್ತಾ ಇಲ್ಲ, ಕನ್ನಡದಲ್ಲಿ ವಿಡಿಯೋ ಮಾಡಿ ತುಂಬಾ ದಿವಸ ಆಯ್ತು ಅಂತೆಲ್ಲ ಹೇಳ್ತಾ ಇದ್ದಾರಲ್ಲ. ಅದಕ್ಕೋಸ್ಕರ ನಿಮ್ಗೋಸ್ಕರನೇ ಇವತ್ತು ನಾನೊಂದು ಕನ್ನಡದಲ್ಲಿನೂ ಹೇಳ್ತಾ ಇದ್ದೀನಿ, ಗಮನವಿಟ್ಟು ಕೇಳಿಸ್ಕೊಳ್ಳಿ. ನಾವು ಇವತ್ತೊಂದು ಹಲಸಿನ ಹಣ್ಣಿಂದು ಪಾಯಸ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಅದಕ್ಕೆ ಏನೇನು ಬೇಕು ಅಂದ್ರೆ ನಮ್ದು ಚೆನ್ನಾಗಿ ಹಣ್ಣಾಗಿರೋ ಹಲಸಿನ ಹಣ್ಣು ಬೇಕು. ಅದು ಚಿಕ್ಕದಾಗಿ ಕಟ್ ಮಾಡಿ ನಾವೊಂದು ಪಾತ್ರೆಯಲ್ಲಿ ತಗೋಬೇಕು. ಅದಾಗಿದ್ಮೇಲೆ ನಮ್ಗೆ ಬೆಲ್ಲ ಎಷ್ಟು ಸ್ವೀಟ್ ಬೇಕೋ ಅಷ್ಟಕ್ಕೆ ಬೆಲ್ಲ ತಗೋಬೇಕು. ಬೆಲ್ಲ ತಗೊಂಡು ಪಾಕ ಮಾಡಿ ಒಂದ್ ಕಡೆ ಇಟ್ಕೋಬೇಕು. ನಾವು ಗಟ್ಟಿಯಾಗಿರೋ ಒಂದು ಪಾತ್ರೆ ತಗೊಂಡು ಅದರಲ್ಲಿ ತುಪ್ಪ ಹಾಕಿ ಹಲಸಿನ ಹಣ್ಣು ಚೆನ್ನಾಗಿ ನಾವು ಅದರಲ್ಲಿ ಬಾಡಿಸ್ಬೇಕು. ಬಾಡಿಸಿದಾಗಿದ್ಮೇಲೆ ನಮ್ಗೆ ಹಾಲು ಹಾಕ್ಬೇಕು. ಹಾಲು ಹಾಕಿ ನಿಮ್ಗೆ ಎಷ್ಟು ನೀವು ಕ್ವಾಂಟಿಟಿ ತಗೊಳ್ತೀರೋ ಅಷ್ಟಕ್ಕೆ ಹಾಲು ಹಾಕ್ಬೇಕು. ಹಾಲು ಹಾಕ್ಬಿಟ್ಟು ಚೆನ್ನಾಗಿ ಹಾಲಿನಲ್ಲೇ ಹಲಸಿನ ಹಣ್ಣು ಬೇಯಿಸ್ಬೇಕು. ಹಲಸಿನ ಹಣ್ಣು ಚೆನ್ನಾಗಿ ಬೆಂದ ಮೇಲೆ ನಾವು ಇನ್ನೊಂದು ಸ್ಟವ್ ಮೇಲೆ ಸ್ವಲ್ಪ ಸಬ್ಬಕ್ಕಿ ನಾನು ಹಾಕ್ಬಿಟ್ಟು ಒಂದು 1/4 ಕಪ್ ಅಷ್ಟು ಸಬ್ಬಕ್ಕಿ ನಾನು ಹಾಕ್ಬಿಟ್ಟು ಅದೊಂದು ಕುಕ್ಕರ್ಗೆ ಹಾಕಿ ಒಂದು 4 ವಿಸಿಲ್ ಬಿಟ್ರೆ ಚೆನ್ನಾಗಿ ಬೇಯುತ್ತದೆ. ಇಲ್ಲಾಂದ್ರೆ ಹಾಲಿನಲ್ಲಿ ಬೇಯಿಸ್ಬೋದು. ನಾವು ಪಾಯಸ ಮಾಡಕ್ ತಗೊಂಡಿದ್ದೀನಲ್ಲ ಆ ಹಾಲಿನಲ್ಲಿನೂ ಬೇಯಿಸಿ ತಗೋಬೇಕಾಗುತ್ತೆ. ಹಾಗೂ ತಗೋಬಹುದು, ಹೀಗೂ ತಗೋಬಹುದು, ನಿಮ್ಮಿಷ್ಟ. ಅದು ನೀವು ಹೇಗ್ ಬೇಕಾದ್ರೂ ಮಾಡ್ಕೋಬಹುದು. ಇದು ಕರ್ನಾಟಕದಲ್ಲಿ ಮೋಸ್ಟ್ಲಿ ಯಾರು ಮಾಡಲ್ಲ ಈ ತರ ಪಾಯಸ. ನಾವು ಕೇರಳ ರೆಸಿಪಿ ಇದು. ಆದರೂ ನಿಮ್ಗೆ ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ, ನಿಮ್ಗೆ ಇಷ್ಟ ಇದ್ರೆ ಮಾಡಿ ನೋಡ್ಬೋದು. ಸಬ್ಬಕ್ಕಿ ಬೇಯಿಸಿ ಅದು ನಾವು ಈ ಪಾಯಸ ಜೊತೆಗೆ ಇದಕ್ಕೆ ಹಾಕ್ಬೇಕಾಗುತ್ತೆ. ಮತ್ತೆ ಚೆನ್ನಾಗಿ ಪಾಯಸಕ್ಕೆ ನಮ್ದು ಹಲಸಿನ ಹಣ್ಣನ್ನು ಸಬ್ಬಕ್ಕಿನ ಬೆಂದ ಮೇಲೆ ಹಾಲಿನಲ್ಲಿ ಬೆಂದ ಮೇಲೆ ಬೆಲ್ಲದ ಪಾಕ ಹಾಕ್ಬೇಕು. ಬೆಲ್ಲದ ಪಾಕ ಹಾಕ್ಬಿಟ್ಟು
ಚೆನ್ನಾಗಿ ಒಂದು ಕುದಿ ಬರಬೇಕು. ಕುದಿ ಬಂದ ಮೇಲೆ ನಮ್ಗೆ ಇದಕ್ಕೆ ಮತ್ತೆ ಏನ್ ಮಾಡ್ಬೇಕು ಅಂತ ನಾನೀಗ ತೋರಿಸ್ತೀನಿ. ಈಗ ನಮ್ಗೆ ಚೆನ್ನಾಗಿ ಕುದಿತಾ ಇದೆ, ಪಾಯಸ ಬೆಂದಿದೆ. ಇದರಲ್ಲಿ ನಾನೀಗ ಒಣದ್ರಾಕ್ಷಿನೂ ಹಾಕಿದ್ದೀನಿ. ನಾವು ಫ್ಲೇಮ್ ಸಿಮ್ಮಲ್ಲಿ ಇಡಬೇಕು. ಇದೆಲ್ಲ ಸ್ವಲ್ಪ ಉಗ್ಗು ಬರುತ್ತೆ, ಹಿಂಗೆ ದಪ್ಪ ದಪ್ಪ ആകുത്തല്ല, ആ ತರ ಹಾಕಬೇಕು. മുന്തിരിങ്ങയും ഉണക്കമുന്തിരിയും നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ, ബ്രൗൺ കളർ ആകി വരട്ടെ. ഇപ്പം നമുക്കിവിടെ ഫ്ലെയിം സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ಇನ್ನು ಸ್ವಲ್ಪ ಕೆಲಸ ಇದೆ ಇದರಲ್ಲಿ. ഇനി ഒരു ചെറിയ പണിയും കൂടെ. നമ്മുടെ ഏലക്കിക്കായ്, നമ്മുടെ ഏലക്കി പൊടിച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. ಏಲಕ್ಕಿಕಾಯಿ ಹಾಕಬೇಕು, ಪುಡಿ ಮಾಡಿ ಹಾಕಬೇಕು. ಆಮೇಲೆ ನಮಗೆ ಒಣಸುಂಡಿ ಪೌಡ್ರ್ ಬರುತ್ತೆ ನೋಡಿ, ಚುಕ್ಕು ಪೊಡಿ എന്ന് പറയും, ಚುಕ್ಕು ಪೊಡಿ, അതൊരു ಸ್ವಲ್ಪ ಇಟ್ಟು കൊടുക്കാമേ. ಕನ್ನಡದಲ್ಲಿ ಒಣಸುಂಡಿ ಅಂದೆ ಪೌಡ್ರ್. ಮತ್ತೆ ಸ್ವಲ್ಪ ಜೀರಿಗೆ ಪೌಡ್ರ್, ಇಷ್ಟು ശകലം ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി നന്നായി ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചക്ക പായസം ഇവിടെ ರೆಡಿ ಆಯಿട്ടുണ്ട്. ಹಲಸಿನ ಹಣ್ಣು ಪಾಯಸ ರೆಡಿಯಾಗಿದೆ. ಎಲ್ಲರೂ ಒಂದು ಟ್ರೈ ಮಾಡಿ ನೋಡಿ. ಈಗ ಕರ್ನಾಟಕದಲ್ಲೂ ಹಲಸಿನ ಹಣ್ಣೆಲ್ಲ ತುಂಬ ಇದೆ, ಎಲ್ಲ ಕಡೆಯೂ ಸಿಕ್ಕುತ್ತೆ. എല്ലാവരും ഒന്ന് ട്രൈ ಮಾಡಿ ನೋಡಿ. അങ്ങനെ നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാവേ. ಗೈಸ್, ಹಾಗೆ ನಮ್ಮದು ಹಲಸಿನ ಹಣ್ಣಿಂದು ಪಾಯಸ ಇಲ್ಲಿ ರೆಡಿ ಆಗಿದೆ ನೋಡಿ. ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಎಲ್ಲರೂ ಒಂದ್ಸರಿ ಮಾಡಿ ನೋಡಿ, ನಿಮಗೆ ಖಂಡಿತವಾಗಲೂ ಇಷ್ಟವಾಗುತ್ತೆ. ರೆಸಿಪಿ ಇಷ್ಟವಾದರೆ ಒಂದ್ಸರಿ ലൈക്ക് ಮಾಡಿ, ഷെയർ ಮಾಡಿ, നന്നನ್ನು സപ്പോർട്ട് ಮಾಡಿ. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.